എമ്പുരാനുമായി ബന്ധപ്പെട്ട് എമ്പുരാനെ പോലെ ഒരു സിനിമ എടുക്കാൻ പൃഥ്വിരാജിന്റെ ധൈര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയാകുന്നു. കേരളത്തിൽ അങ്ങനെ ഒരു ചിത്രം എടുക്കാനുള്ള ധൈര്യം പൃഥ്വിരാജിനുണ്ടായി എന്ന കാര്യമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ കിരൺ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ബുള്ളറ്റിനുകളിലൊക്കെ കൊടുത്തതാണ് എമ്പുരാൻ പറയുന്ന രാഷ്ട്രീയം. എമ്പുരാനെ ഡീഗ്രേഡ് ചെയ്യാൻ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നു ആദ്യ മണിക്കൂറുകളിൽ, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നീട് അത് ആസൂത്രിതമാണ് എന്ന ആരോപണം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ തന്നെ രംഗത്തെത്തിക്കൊണ്ട് അത്തരമൊരു ആരോപണങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും ഉന്നയിക്കുകയാണ്. ഇങ്ങനെ പ്രത്യക്ഷമായ ഒരു ഏറ്റുമുട്ടൽ ഒരു സിനിമയ്ക്കെതിരെ ഉണ്ടാകുന്നത് നമ്മൾ ആദ്യമായി കാണുന്നു എന്ന് വേണം പറയാൻ. കാരണം നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വന്നുകൊണ്ട് ഇത്തരം ഒരു ആരോപണം അതിനെതിരെ ഉന്നയിക്കുകയാണ്. അതിനും മാത്രം എമ്പുരാൻ പറഞ്ഞു വെക്കുന്നുണ്ടോ ചിത്രത്തിൽ? രേണുക, ഈ ചിത്രത്തിന്റെ മേക്കിംഗ് വയസ്സിലേക്കല്ല നമ്മൾ കിടക്കുന്നത്, അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് കിടക്കണം. അത് വളരെ ബ്രില്യൻ്റായി അല്ലെങ്കിൽ വളരെ ധൈര്യത്തോടു കൂടി പൃഥ്വിരാജ് എന്ന സംവിധായകൻ അത് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഒരു കേരളത്തിൽ നിന്നൊരു സിനിമ എന്നല്ല കാണേണ്ടത്, ഇന്ത്യയുടെ ദേശീയ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു സിനിമ എന്നാണ് കാണേണ്ടത്. കാരണം വർഗീയ രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായ രീതിയിലേക്ക് ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. ആ സിനിമ എന്തൊക്കെയാണോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വളരെ വ്യക്തമാണ്. ഗുജറാത്ത് കലാപമാണ്, അത് നരോദയ പേട്ടയിൽ നടന്ന കൂട്ടക്കൊലയാണ്. ആ കൂട്ടക്കൊലയിൽ ഇരയാക്കപ്പെട്ടത് മുസ്ലിങ്ങളാണ്. ആ കൂട്ടക്കൊലയിൽ നിന്നാണ് ഈ ചിത്രത്തിൻ്റെ തുടക്കം തന്നെ. അത് വളരെ കൃത്യമായി തന്നെ ചിത്രം നരോദയ പേട്ടയെന്നോ അല്ലെങ്കിൽ ഗുജറാത്ത് കലാപമെന്നോ ഒന്നും പറയുന്നില്ല എങ്കിൽ പോലും വളരെ കൃത്യമാണ്. ഏതു മനുഷ്യനും, വളരെ സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും ഇത് തിരിച്ചറിയാൻ കഴിയും. ഇത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചാണ് പറയുന്നത്, അവിടെ അന്ന് നടന്ന മുസ്ലിം കൂട്ടക്കൊലയെക്കുറിച്ചാണ് ഇത് പറയുന്നതെന്ന്. അത്തരം ഒരു സാഹചര്യം പറയാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ഒരു വാണിജ്യ സിനിമയാണെന്ന് നോക്കണം. വാണിജ്യ സിനിമയിലൊക്കെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കോടികൾ ഇറങ്ങുന്ന ബിസിനസ്സാണ്. അവരുടെ ലാഭവും നഷ്ടവും ഉണ്ടാവാനൊക്കെ ഒരേ സാധ്യതയാണുള്ളത്. മഹാഭൂരിപക്ഷം കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ എനിക്ക് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഏതെങ്കിലുമൊക്കെ ചെറിയ നഷ്ടമുണ്ടാകുമോ, അല്ലെങ്കിൽ അവാർഡുകൾ നഷ്ടപ്പെടുമോ, എൻ്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുമോ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ നഷ്ടപ്പെടുമോ, ഇങ്ങനെ പല പല ആശങ്കകൾ കൊണ്ട് ഈ മൗനത്തിലേക്ക് ഒളിക്കുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഭയത്തിലേക്ക് മാറി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ, ഈ സേഫ് സോണിൽ മാത്രം നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പൃഥ്വിരാജിനെ പോലെ ഒരു കലാകാരൻ ഇന്ന് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഈ രാഷ്ട്രീയം വളരെ പച്ചയായി തന്നെ അതിൽ പറയാൻ തയ്യാറാവുന്നത്. അത് വളരെ വ്യക്തമാണ് താനും. ഗുജറാത്ത് കലാപത്തിൻ്റെതാണ്, അത് നരോദയ പാർട്ടിയെ കലാപത്തിൽ വരുന്നുണ്ട്. അതിന് തിരഞ്ഞെടുത്ത വില്ലന്റെ പേരിനകത്ത് വരുന്ന ബജ്രംഗി എന്ന പേര്, അത് ബാബാ ബജ്രംഗി എന്ന് പറയുമ്പോൾ അത് ബാബുഭായ് പട്ടേൽ ബജ്രംഗി ആണ് എന്നുള്ള, അല്ലെങ്കിൽ അതിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന പ്രധാനപ്പെട്ട കുറ്റവാളിയുടേതാണ്, ജീവപര്യന്തം ശിക്ഷ സുപ്രീം കോടതി അടക്കം നൽകിയ ഒരു കുറ്റവാളിയുടേതാണ്, ആ പേരുമായി സാമ്യമുള്ള പേരാണ് എന്നത് ആലോചിക്കണം. അതോടൊപ്പം തന്നെ ഇവർ കേന്ദ്ര ED ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് രാഷ്ട്രീയ എതിരാളികളെ ED ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികൾക്ക് മേൽ റെയ്ഡുകളൊക്കെ നടത്തുന്നത് എന്നുള്ള നിരന്തരം ആരോപണങ്ങൾ ഉയരുന്നൊരു ഘട്ടത്തിൽ അതിനെ ഫലപ്രദമായി കാണിക്കുന്നത്. അപ്പോൾ ഏത് രാഷ്ട്രീയത്തെയാണ് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ പ്രഥമമായി ആക്രമിക്കാൻ നിൽക്കുന്നത്? ഒപ്പം തന്നെ നമുക്ക് പറയണം, കേരളത്തിലെ ഇടതു വലതു മുന്നണികളെയും ഈവൻ മുഖ്യമന്ത്രി അടക്കം ആ വിഷയത്തിൽ, മുഖ്യമന്ത്രിയുടെ സാമ്യമുള്ള ഒരു കഥാപാത്രം തന്നെ, അത് മുഖ്യമന്ത്രി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, വ്യക്തമാണ്. ഈ മെഗാ തിരുവാതിരയൊക്കെ അതിൽ കടന്നു വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന അതിലെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ തീവ്ര വലതുപക്ഷ വർഗീയ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഈ സിനിമയിൽ കൃത്യമായി കാണിക്കുന്നുണ്ട്. നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കാവുന്ന ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ അതുണ്ടാക്കാവുന്ന എതിർപ്പുകളുണ്ട്. ആ എതിർപ്പാണ് സ്വാഭാവികമായും കേരളത്തിൽ ഇതുവരെ ഈ ഡീഗ്രേഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത് പേരില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ മുഖമില്ലാത്ത ആളുകളൊക്കെ ആയിരുന്നു നിരന്തരം ഈ യൂട്യൂബിലെ കമൻറ്റുകളൊക്കെ നോക്കിയാൽ അറിയാം. ഒരേ ആൾ തന്നെ, അല്ലെങ്കിൽ 3-4 ആളുകൾ വന്ന് തുടർച്ചയായി കമൻറ്റുകൾ ഇടുക. ഇതല്ല, RSSൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ജെ നന്ദകുമാർ ഇതിനെതിരെ പോസ്റ്റ് ഇടുന്നു. ഈ നന്ദകുമാർ പറയുമ്പോൾ ഞാൻ സിനിമയുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലും ഈ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. രണ്ടും ഒരേപോലെ തന്നെ തിരിച്ചറിയുന്ന സാധാരണ ജനത്തിന് തിരിച്ചറിയാൻ കഴിയും എന്തിനാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയം പറയുന്നതെന്നും വാര്യൻകുന്നൻ എന്നൊക്കെ എന്തുകൊണ്ടാണ് പൃഥ്വിരാജിനെ വിളിക്കുന്നത് എന്നെല്ലാം കൃത്യമായിട്ട് അറിയാൻ കഴിയും. അതോടൊപ്പം തന്നെ KP ശശികലയും പറയുന്നത് വാര്യംകുന്നനല്ല, അദ്ദേഹത്തിൻ്റെ വാപ്പയ്ക്ക് പോലും കഴിയില്ല എന്നുള്ള മട്ടിലൊക്കെയുള്ള പ്രകോപനപരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇടുന്നു. അത് ഇത്തരം നേതാക്കളൊന്നും ഇതുവരെയുള്ള ഒരു കാലത്ത് പല രാഷ്ട്രീയ സിനിമകൾ, അത് ഇടതുപക്ഷത്തിനെതിരെയുള്ള സിനിമയായാലും കോൺഗ്രസിനെതിരെയുള്ള സിനിമയായാലും BJPക്കെതിരെയുള്ള സിനിമയായാലും ഒക്കെ പല എതിർപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എതിർപ്പുകളൊക്കെ വരുമ്പോഴും ഈ സിനിമയുടെ ഒന്നാം ദിവസം തന്നെ ഈ തരത്തിലേക്ക് ഒരു നെഗറ്റീവ് രീതിയിലേക്ക് അങ്ങനെ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ മാറില്ല. പക്ഷേ അപ്പോഴും ആലോചിക്കണം, BJP പക്ഷേ വ്യത്യസ്തമായ ഒരു സ്റ്റാൻഡ് അവിടെയും സ്വീകരിക്കുന്നുണ്ട്. MD രമേശിനെ പോലൊരു നേതാവ്.
മാത്രമാണ് ഇതിലും അങ്ങനെ ഒരു പരാമർശവുമായി രംഗത്തെത്തിയത്. അത് എല്ലാവരുടെയും അഭിപ്രായമാണോ എന്ന് പറയാനായിട്ടില്ല കിരൺ. കാരണം പല കാര്യങ്ങളിലും അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന വ്യക്തിയാണ് MT രമേശ്. അദ്ദേഹം കുറച്ച് പുരോഗമനപരമായി ചിന്തിക്കുന്ന വ്യക്തി BJP-യിൽ എന്ന് പറയാവുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ BJP-യുടെ നിലപാടാണ് അത് എന്ന് പറയാറായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കിരണിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ നമുക്കൊപ്പം EN നന്ദകുമാർ കൂടി